ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. എട്ടാമത്തെ തീമിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം. തീം 8 പെസൻസ്, സെമീന്ദാർ ആൻഡ് ദ സ്റ്റേറ്റ്. കർഷകരും സെമീന്ദാർമാരും രാഷ്ട്രവും. ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. ഡിഫൈൻ കുത്കാസ്ത ആൻഡ് പാഹികാസ്ത. കുത്കാസ്ത, പാഹികാസ്ത. എന്താണ് ഈ കുത്കാസ്തയും പാഹികാസ്തയും എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരം എന്താണെന്ന് പരിശോധിക്കാം. 17th century sources refer two kinds of peasants, കുത്കാസ്ത ആൻഡ് പാഹികാസ്ത. 17ാം നൂറ്റാണ്ടിലെ രേഖകൾ രണ്ട് തരത്തിലുള്ള കർഷകരെ കുറിച്ച് പറയുന്നുണ്ട്. കുത്കാസ്ത, പാഹികാസ്ത. കുത്കാസ്ത, they lived in village, they had their own land, they were resident cultivators. കുത്കാസ്ത വിഭാഗത്തിൽപ്പെട്ട കർഷകർ അതേ ഗ്രാമത്തിലുള്ളവർ ആയിരുന്നു. അതേ ഗ്രാമത്തിൽ അവർക്ക് സ്വന്തം ഭൂമി ഉണ്ടായിരുന്നു. അവർ അവിടെ സ്ഥിരമായി താമസിച്ച് കൃഷി ചെയ്തു. പാഹികാസ്ത, they were non-resident cultivators. They belonged to other villages. They had no their own land. They cultivated on contract base. Some peasants became Pahikasta because terms of revenue in a distant village were more favorable. Out of compulsion, for example, forced by economic distress after famine. പാഹികാസ്ത എന്ന വിഭാഗം കർഷകർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. അവർ ആ ഗ്രാമത്തിലെ സ്ഥിര താമസക്കാരും ആയിരുന്നില്ല, മറ്റ് ഗ്രാമത്തിലുള്ളവർ ആയിരുന്നു. അവർ കരാർ അടിസ്ഥാനത്തിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ചില കർഷകർ പാഹികാസ്ത കർഷകരായി തീർന്നതാണ്. മറ്റ് ഗ്രാമത്തിലെ റവന്യൂ വ്യവസ്ഥകൾ അവർക്ക് അനുകൂലമായത് കൊണ്ടായിരുന്നു. ചില കർഷകർ പാഹികാസ്ത ആയിത്തീരാൻ നിർബന്ധിതരായി തീർന്നവരായിരുന്നു. ക്ഷാമം മൂലം സാമ്പത്തിക വിഷമതകൾ അവരെ പാഹികാസ്ത ആക്കി തീർത്തു. രണ്ടാമത്തെ ചോദ്യം. Why do you mean by ജിൻസി കാമിൽ referred in Mughal sources and give two examples? മുഗൾ സ്രോതസ്സുകളിൽ പരാമർശിക്കുന്ന ജിൻസി കാമിൽ എന്താണ്? രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക. പെസൻസ് പ്രൊഡ്യൂസ് ബോത്ത് ഫുഡ് ക്രോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ ക്രോപ്സ്. മുഗൾ സോഴ്സസ് റെഫർ ടേം ജിൻസി കാമിൽ ലിറ്ററലി മീൻസ് പെർഫെക്റ്റ് ക്രോപ്സ്. ഇറ്റ് മീൻസ് cash crops, commercial crops. Important commercial crops of that period were cotton and sugarcane. They also produced oil seeds and lentils. കർഷകർ വാണിജ്യ വിളകളും ഭക്ഷ്യവിളകളും ഉൽപ്പാദിപ്പിച്ചിരുന്നു. മുഗൾ സ്രോതസ്സുകൾ ജിൻസി കാമിൽ എന്ന പരാമർശമുണ്ട്. സമ്പൂർണ്ണ വിളകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നാണ്യ വിളകളെയാണ് സൂചിപ്പിക്കുന്നത്. അക്കാലത്തെ പ്രധാന നാണ്യ വിളകളായിരുന്നു പരുത്തിയും കരിമ്പും. പയറുവർഗ്ഗങ്ങളും കടുക് പോലെയുള്ള എണ്ണക്കുരുക്കളും അവർ കൃഷി ചെയ്തിരുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. എക്സാമിൻ ദ റോൾ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് ഇൻ മുഗൾ അഗ്രേറിയൻ സൊസൈറ്റി. അതുപോലെ തന്നെ റൈറ്റ് എ നോട്ട് ഓൺ മുഗതം. അഗ്രേറിയൻ സൊസൈറ്റി, അതായത് കാർഷിക സമൂഹത്തിലെ വില്ലേജ് ഗ്രാമപഞ്ചായത്തുകളുടെ റോളിനെ കുറിച്ചാണ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മുഗതം, ആരാണ് മുഗതം? അവരെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടും ഒരേ ഉത്തരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഉത്തരം എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. വില്ലേജ് പഞ്ചായത്ത് വാസ് ആൻ അസംബ്ലി ഓഫ് എൽഡേഴ്സ്, യൂഷ്വലി ഇമ്പോർട്ടൻ്റ് പീപ്പിൾ ഓഫ് ദ വില്ലേജ്. Village headman chosen by village elders. Village headman known as Mugadam or Mandal. The chief functions of the headman was to supervise the preparation of village accounts. He was assisted by the accountant called Patwari for the preparation of the village accounts. ഗ്രാമപഞ്ചായത്ത് മുതിർന്നവരുടെ സഭയായിരുന്നു. ഗ്രാമത്തിലെ പ്രധാനികളായിരുന്നു അംഗങ്ങൾ. ഗ്രാമത്തിലെ മുതിർന്നവർ ചേർന്ന് ഗ്രാമത്തലവനെ തെരഞ്ഞെടുത്തിരുന്നത്. ഗ്രാമത്തലവൻ മുഗതം അഥവാ മണ്ഡൽ എന്ന് അറിയപ്പെട്ടിരുന്നു.
ഗ്രാമത്തലവൻ്റെ പ്രധാന ചുമതല ഗ്രാമത്തിലെ വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നതാണ്. ഗ്രാമത്തിലെ കണക്കുകൾ തയ്യാറാക്കാൻ പട്വാരി എന്നൊരു കണക്കെഴുത്തുകാരൻ ഉണ്ടായിരുന്നു. ഫങ്ഷൻസ് ഓഫ് വില്ലേജ് പഞ്ചായത്ത്. They collected taxes from the village. This fund used to entertaining revenue officials who visited the village time to time. This fund used for community welfare activities during the time of flood and drought. Used for construction of bund, digging canals, etc. Village panchayat also worked as court. They had the right to impose fine, expulsion from community. The village panchayat ensure the caste boundaries among the various community. പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമത്തിൽ നിന്നും നികുതി പിരിക്കുക, ഗ്രാമം സന്ദർശിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ സൽക്കരിക്കാൻ ഈ തുക വിനിയോഗിക്കാമായിരുന്നു. സമുദായത്തിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിനു വേണ്ടിയും ഈ തുക ഉപയോഗിച്ചിരുന്നു. വരൾച്ച, വെള്ളപ്പൊക്കം മുതലായവ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ തുക ഉപയോഗിച്ചിരുന്നു. കനാൽ നിർമ്മാണം, ബണ്ട് നിർമ്മാണം എന്നിവയും നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഒരു കോടതിയായും പ്രവർത്തിച്ചിരുന്നു. ശിക്ഷയായി പിഴ ഈടാക്കാനും സമുദായത്തിൽ നിന്നും പുറത്താക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു. ജാതിയുടെ അതിർവരമ്പുകൾ വിവിധ സമുദായങ്ങൾ ഭേദിക്കാതിരിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ ശ്രദ്ധിച്ചിരുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഡു യു തിങ്ക് ദാറ്റ് ദ വില്ലേജസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് വെയർ ലിറ്റിൽ റിപ്പബ്ലിക്സ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആർഗ്യുമെൻറ്റ്സ് വിത്ത് എവിഡൻസ്. മുഗൾ കാലഘട്ടത്തിൽ ഗ്രാമങ്ങൾ ഒരു ചെറിയ റിപ്പബ്ലിക്കുകൾ ആയിരുന്നോ എന്നാണ് ഒരു ചോദ്യം നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കതിന് എന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് പരിശോധിക്കാം. സം ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇൻ ദ 19th century saw the village as a village republic. In their views, village community sharing resources and labor collectively. It is not true because there was individual ownership of assets. Deep inequalities based on caste and gender distinctions. A group of powerful individuals decided the affairs of the village. They exploited weaker section. They had the authority to dispense justice. The use of cash was developed through the trade between villages and towns. Revenue was assessed and collected in cash. Artisans produced for market. They received their wages in cash. 19ാം നൂറ്റാണ്ടിലെ ചില ബ്രിട്ടീഷ് ഓഫീസർമാർ ഗ്രാമങ്ങളെ കണ്ടത് ചെറിയ റിപ്പബ്ലിക്കായിട്ടാണ്. ജനങ്ങൾ അവരുടെ വിഭവങ്ങളും അധ്വാനവും പങ്കുവച്ചിരുന്നു. എന്നാൽ ഗ്രാമങ്ങളിൽ വ്യക്തിപരമായ സ്വത്തുടമ അവകാശം ഉണ്ടായിരുന്നു. ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കടുത്ത അസമത്വം നിലനിന്നിരുന്നു. ഗ്രാമത്തിലെ ഒരു വിഭാഗം വ്യക്തികളാണ് ഗ്രാമത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ദുർബല വിഭാഗത്തെ അവർ ചൂഷണം ചെയ്തിരുന്നു. നീതി നിർവഹണത്തിനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ പണം ഉപയോഗം ആരംഭിച്ചിരുന്നു. നികുതി കണക്കാക്കിയിരുന്നതും പിരിച്ചിരുന്നതും പണമായിട്ടായിരുന്നു. കൈത്തൊഴിലുകാർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് മാർക്കറ്റിന് വേണ്ടിയായിരുന്നു. വേതനം കൈപ്പറ്റിയിരുന്നത് പണമായിട്ടായിരുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഡിസ്ക്രൈബ് ദ റോൾ പ്ലേഡ് ബൈ വിമൺ ഇൻ മുഗൾ അഗ്രേറിയൻ സൊസൈറ്റി. മുഗൾ കാർഷിക സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൻ്റെ ഉത്തരമാണ് പരിശോധിക്കേണ്ടത്. എന്താണ് ഉത്തരമെന്ന് നമുക്ക് നോക്കാം. Many different societies, men and women actively involved in production process. Men and women had to work shoulder to shoulder in the field. Man tilled and plowed. Women sowed, weeded, threshed and winnowed the harvest. വ്യത്യസ്തമായ പല സമൂഹങ്ങളിലും ഉൽപാദന പ്രക്രിയയിൽ സജീവമായി സ്ത്രീയും പങ്കെടുത്തിരുന്നു. സ്ത്രീയും പുരുഷനും തോളോട് തോൾ ചേർന്ന് പാടത്ത് പണിയെടുത്തിരുന്നു. പുരുഷന്മാർ നിലമൊരുക്കുകയും ഉഴുതുമറിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകൾ വിതയ്ക്കുകയും കളപറിക്കുകയും വിളവ് മെതിച്ച് പതിരുകൾ വേർതിരിക്കുകയും ചെയ്തു.
In the medieval society, all resources and labor of a family used to production. In this context, gender division was not possible. Women also actively involved spinning, pottery making, embroidery. Agrarian society depended on labor. മധ്യകാലത്ത് ഒരു കുടുംബത്തിലെ മുഴുവൻ വിഭവങ്ങളും അധ്വാനവും ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലിംഗപരമായ വേർതിരിവ് സാധ്യമായിരുന്നില്ല. സ്ത്രീകൾ നൂൽനൂൽപ്പ്, തുന്നൽ, മൺപാത്ര നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. കാർഷിക സമൂഹത്തിലെ നിലനിൽപ്പ് അധ്വാനത്തിലായിരുന്നു. വിമൻ വെയർ കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻ്റ് റിസോഴ്സസ് ബിക്കോസ് ദേ വെയർ ചൈൽഡ് ബിയറേഴ്സ്. അറ്റ് ദ സെയിം ടൈം ഹയർ mortality rate among women causes malnutrition, frequent pregnancies, death during childbirth. This led to shortage of wives. This led to the emergence of social customs in peasant and artisan communities. Payment of bride price, remarriage. അതേസമയം സ്ത്രീകളുടെ ഇടയിൽ മരണനിരക്ക് കൂടുതലായിരുന്നു. കാരണങ്ങൾ പോഷക ആഹാരക്കുറവ്, 2 കുട്ടികൾക്ക് ജന്മം നൽകുമ്പോഴുള്ള അപകട മരണം. ഇക്കാരണത്താൽ ഭാര്യമാരുടെ കുറവുണ്ടായി. അക്കാരണത്താൽ ചില സാമൂഹ്യ ആചാരങ്ങൾ ഉണ്ടായി. വധുവിൻ്റെ വീട്ടുകാർക്ക് പണം നൽകൽ, പുനർവിവാഹം എന്നിവയൊക്കെയാണ് അങ്ങനെയുണ്ടായ ആചാരങ്ങൾ. വിമൻ ആസ് എ റീപ്രൊഡക്റ്റീവ് ഫോഴ്സ്, ബട്ട് ഫാമിലി ഹെഡ് വാസ് മെയിൽ മെമ്പർ. Thus, women were kept under strict control by male members of the family and community. Among the landlord section, position of women were better. They had the right to inherit property. Hindu and Muslim women inherited semindari. One of the biggest and most famous of the 18th century semindari, that of Rajashai, under a woman. സ്ത്രീകൾ ജന്മം നൽകുന്ന ശക്തിയാണെങ്കിലും കുടുംബനാഥൻ പുരുഷന്മാരായിരുന്നു. സ്ത്രീകൾ പുരുഷ അംഗങ്ങളുടെയും സമുദായത്തിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ ഭൂ ഉടമ വിഭാഗത്തിലെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെട്ടതായിരുന്നു. അവർക്ക് സ്വത്ത് പാരമ്പര്യമായി ലഭിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം വനിതകൾക്ക് സെമീന്ദാരി ഭൂമി പാരമ്പര്യമായി ലഭിച്ചിരുന്നു. 18ാം നൂറ്റാണ്ടിലെ പ്രശസ്തവും വലിപ്പമേറിയതുമായ സെമീന്ദാരിയായിരുന്നു രാജസായി ഒരു സ്ത്രീയുടേതായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റസ് ഓഫ് സെമീന്ദാർസ് അണ്ടർ മുഗൾ അഗ്രേറിയൻ ഓർഡർ. മുഗൾ കാർഷിക വ്യവസ്ഥയിൽ സെമീന്ദാർമാരുടെ സ്ഥാനം എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എലവേറ്റഡ് ദ സ്റ്റാറ്റസ് ഓഫ് സെമീന്ദാർസ് ഇൻ ദ മുഗൾ അഗ്രേറിയൻ സൊസൈറ്റി. മുഗൾ കാർഷിക വ്യവസ്ഥയിൽ സെമീന്ദാർമാർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ദ സെമീന്ദാർസ് വേർ ദ ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ഇൻ ദ അഗ്രേറിയൻ സൊസൈറ്റി. Agriculture was their livelihood but did not participate directly in the process of agricultural production. Semindars enjoyed certain social and economic privileges in the society. They had superior status in the society. 2 factors responsible for it. First one, superior caste. Their superior caste. And second, their service for the state. കാർഷിക സമൂഹത്തിൽ സെമീന്ദാർമാർക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. കൃഷിയാണ് ഉപജീവന മാർഗമെങ്കിലും കൃഷിയിൽ അവർ നേരിട്ട് ഏർപ്പെട്ടിരുന്നില്ല. സമൂഹത്തിൽ സാമൂഹ്യവും സാമ്പത്തികവുമായ വലിയ പദവികൾ അവർ വഹിച്ചിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനമായിരുന്നു. ഇത് നേടിയത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഉയർന്ന ജാതി, സ്റ്റേറ്റിന് അവർ നൽകുന്ന സേവനം. The Semindars held extensive personal lands, that is called milkiyat. The milkiyat land were cultivated for the private use of Semindars. The Semindars acted an agent of state and collected land revenue. Most Semindars maintained an army. They helped in settling cultivators by providing agricultural implements and cash loan. Semindars also set up market. Peasants came to sell their products in this market. സെമീന്ദാർമാർക്ക് ധാരാളം ഭൂസ്വത്ത് ഉണ്ടായിരുന്നു.
സെമീന്ദാർമാരുടെ ഭൂമിയെ മിൽക്കിയാത്ത് എന്നാണ് വിളിക്കുന്നത്. മിൽക്കിയാത്ത് ഭൂമി സെമീന്ദാർമാരുടെ സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി കൃഷി ചെയ്യുന്ന ഭൂമി ആയിരുന്നു. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാൻഡ് റവന്യൂ ഇൻ ദ മുഗൾ ഫിസിക്കൽ സിസ്റ്റം. അതുപോലെ തന്നെ ഡിഫൈൻ ദ ടേംസ് ജാമ ആൻഡ് ഹാസിൽ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ജാമ ആൻഡ് ഹാസിൽ. ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് പരിശോധിക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാൻഡ് റവന്യൂ ഇൻ ദ മുഗൾ ഫിസിക്കൽ സിസ്റ്റം. മുഗൾ ഭരണവ്യവസ്ഥയിൽ റവന്യൂവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എഴുതേണ്ടത്. സ്റ്റേറ്റിൻ്റെ വരുമാനം എന്തായിരുന്നു, അതിന് എന്താണ് പ്രാധാന്യമുള്ളത്, അതുപോലെ തന്നെ ജാമ എന്നാൽ എന്താണ്, ഹാസിൽ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. മുഗൾ റവന്യൂ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. Land revenue was the main source of income of the Mughal Empire. Diwan was the head of the revenue department. He was assisted by revenue collector called Amil Gusar. The Mughal state first collected information about the extent of the agricultural land. The land revenue arrangement consisted of two stages: assessment and collection. Jama was the amount assessed. Hasil was the amount collected. Land revenue collected in cash or kind. State imposed maximum amount. മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാന വരുമാന മാർഗം ഭൂനികുതി ആയിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ തലവൻ ദിവാനായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാനായി നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അമീൽ ഗുസാർ. മുഗൾ സ്റ്റേറ്റ് ആദ്യം കൃഷി ഭൂവിസ്തൃതി രേഖപ്പെടുത്താൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഭൂനികുതി പിരിച്ചെടുക്കുന്നതിന് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു: നികുതി നിർണയം, നികുതി പിരിവ്. നിർണയിച്ച ഭൂനികുതി സംഖ്യയാണ് ജമ എന്ന് വിളിക്കുന്നത്. നികുതി സംഖ്യയുടെ യഥാർത്ഥ പിരിച്ചെടുത്ത സംഖ്യയാണ് ഹസിൽ എന്ന് വിളിക്കുന്നത്. ഭൂനികുതി പണമായും വസ്തുക്കളായും സ്വീകരിച്ചിരുന്നു. രാഷ്ട്രം പരമാവധി നികുതി ചുമത്തിയിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇൻ വാട്ട് വേ ഐനി അക്ബറി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ മുഗൾ എംപയർ. മുഗളന്മാരുടെ രാഷ്ട്രീയ വ്യവസ്ഥ മനസ്സിലാക്കാൻ ഐനി അക്ബറിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് പരിശോധിക്കാം എന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കാം. ഐനി അക്ബർ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അക്ബർ. ഐനി അക്ബർ വാസ് റിട്ടൺ ബൈ അബുൽ ഫസൽ. ഹി വാസ് എ കോർട്ട് ഹിസ്റ്റോറിയൻ ഓഫ് അക്ബർ. ഇറ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 1598. It is the detailed document regarding the administration of Emperor Akbar's empire. ഐനി അക്ബറി എഴുതിയത് അബുൽ ഫസൽ ആണ്. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. 1598 ഈ കൃതി പൂർത്തീകരിച്ചത്. അക്ബർ ചക്രവർത്തിയുടെ സാമ്രാജ്യ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ രേഖയാണ് ഐനി അക്ബറി. The Aini Akbari is the 3rd volume of Akbar Nama. The Ain gives detailed accounts of the organization of the court. The Ain gives detailed account of the organization of the court, administration and army, the source of revenue, the physical layout of the provinces of Akbar's empire, literacy, culture, and religious traditions of the people. Elaborate description of Akbar's government. Elaborate description of the provinces of the empire. Provinces known as Subas. The Ain is the main information about the Mughal Empire during Akbar's reign. Ain Akbari അക്ബർനാമയുടെ 3ാമത്തെ വാല്യമാണ്. ഐൻ മുഗൾ ഭരണത്തിൻ്റെ വിശദമായ വിവരണങ്ങളാണ് നൽകുന്നത്. രാജധാനിയുടെ പ്രവർത്തനം,
ഭരണസമ്പ്രദായം, സൈന്യം, വരുമാന സ്രോതസ്സുകൾ, അക്ബറിൻ്റെ സാമ്രാജ്യത്തിലെ പ്രവിശ്യകൾ, ജനങ്ങളുടെ സാക്ഷരത, സംസ്കാരം, മതപാരമ്പര്യം, അക്ബറിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള വിശദ വിവരം, സാമ്രാജ്യത്തിലെ പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, അക്ബറുടെ ഭരണത്തെക്കുറിച്ച് അറിയാനുള്ള പ്രധാന സ്രോതസ്സാണ് ഐനി അക്ബറി. The Aini is made of 5 books known as daftars. The first book, called Mansil Abadi, describes the imperial household and its maintenance. Second book, Sifa Abadi, it covers the military and civil administration and the establishment of servants. This book includes notice and short biographical sketches of imperial officials, landmen, poets, and artists. And third book, Mulk Abadi, it deals with the physical side of empire and provide information on revenue rate. It provides accounts of the 12 provinces. It includes geographic, topographic, and economic profile of all subas and physical divisions, Sarkar, Parganas, Mahal. The Mulk Abadi gives a fascinating, detailed and highly complex view of agrarian society in the North India. The fourth and fifth books deals with the religions, literacy and cultural relation of the people of India. It also contains collection of Akbar's auspicious saying. ഐനി അക്ബറിൽ 5 പുസ്തകങ്ങളുണ്ട്. ഒന്ന്, മൻസിൽ അബ്ദി, രാജധാനിയും അതിൻ്റെ പരിപാലനവുമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകം സിപ അബദി, സിവിൽ സൈനിക ഭരണം, പരിചാരകരുടെ നിയമനം. ഈ പുസ്തകത്തിൽ വിജ്ഞാപനങ്ങൾ, പണ്ഡിതർ, കവികൾ, കലാകാരന്മാർ, ഉദ്യോഗസ്ഥന്മാർ എന്നിവരുടെ ചെറിയ ജീവചരിത്രം കാണാൻ വേണ്ടി കഴിയും. മൂന്നാമത്തെ പുസ്തകം മുൽക്ക് അബദി, സാമ്രാജ്യത്തിൻ്റെയും പ്രവിശ്യകളുടെയും ധനവിനിയോഗം, റവന്യൂ നിരക്കുകളെക്കുറിച്ച് വിശദ വിവരം നൽകുന്നു. ഈ പുസ്തകത്തിൽ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളും അതിൻ്റെ ഭൂമിശാസ്ത്രം, സ്ഥലവർണ്ണന, സാമ്പത്തിക രൂപരേഖ ഇവയൊക്കെ നൽകുന്നു. പ്രവിശ്യകളെ വിഭജിച്ചത് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. സർക്കാരുകൾ, പർഗാനകൾ, മഹൽ എന്നിങ്ങനെയായിരുന്നു വിഭജിച്ചിരുന്നത്. അതായത് സാമ്രാജ്യത്തെ 12 സുബകളായി വിഭജിക്കുന്നു. സുബകളെ സർക്കാരുകൾ ആയി വിഭജിക്കുന്നു. സർക്കാരിനെ പർഗാനിയായും പർഗാനകളെ മഹൽ ആയിട്ടും വിഭജിക്കുന്നു. ഉത്തരേന്ത്യയിലെ സങ്കീർണമായ കാർഷിക സമൂഹത്തെക്കുറിച്ച് വിവരം നൽകുന്നു. 4ഉം 5ഉം പുസ്തകങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മതപരവും സാംസ്കാരികവും സാഹിത്യപരവുമായ പാരമ്പര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അക്ബറിൻ്റെ മഹത് വചനങ്ങളുടെ ഒരു ശേഖരവും ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.